ഒഡീഷയിൽ 70 വയസ്സുകാരൻ ഭാര്യയുടെ ചികിത്സയ്ക്കായി 600 കിലോമീറ്റർ റിക്ഷയിൽ താണ്ടിയ സംഭവത്തിൽ വിമർശനം ശക്തമാകുന്നു. ഒഡീഷയിലെ ബിജെപിയുടെ ഇരട്ട എഞ്ചിൻ സർക്കാർ സമ്പൂർണ്ണ പരാജയമെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപി വിമർശിച്ചു. മികച്ച സൗകര്യങ്ങളുള്ള കേരളത്തിൽ മോദി വമ്പൻ വാഗ്ദാനങ്ങൾ നൽകുമ്പോഴാണ് ഉത്തരേന്ത്യയിൽ ഇരട്ട എഞ്ചിൻ സർക്കാരുകളുടെ പരാജയം തുടർക്കഥയാകുന്നത്. ഒഡീഷയിലെ ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ പരാജയം ദേശീയ മാധ്യമങ്ങളാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. സാമ്പൽപൂരിൽ നിന്ന് കട്ടക്ക് വരെയും തിരിച്ചും 70കാരൻ ഭാര്യയെ ചികിത്സക്കായി 600 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയ സംഭവം പുറത്തുവന്നതോടെ ബിജെപി സർക്കാരുകൾക്കെതിരെ വിമർശനം ശക്തമായി. സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് വയോധികന് ദുരനുഭവമുണ്ടായത്. ഒഡീഷയിലെ സംഭവം ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ സമ്പൂർണ്ണ പരാജയമാണെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപി വിമർശിച്ചു. ഇരട്ട എഞ്ചിൻ ഭരിക്കുന്ന ഉത്തർപ്രദേശിലും സാധാരണക്കാർക്ക് സമാന അനുഭവമുണ്ടായി. യുപിയിലെ ഖോണ്ട സർക്കാർ ആശുപത്രി തെരുവു നായ്ക്കൾ കൈയടക്കിയ സംഭവം യോഗി സർക്കാരിന്റെ ഗുരുതര വീഴ്ചകളിൽ ഒന്നായിരുന്നു. അത്യാഹിത വിഭാഗത്തിൽ എലികളുടെ സാന്നിധ്യം കണ്ടെത്തിയതും ഇതേ ആശുപത്രിയിലാണ്. മധ്യപ്രദേശിലെ ഇൻഡോറിൽ മലിനജലം കുടിച്ചതിനെ തുടർന്ന് 25 പേർക്കാണ് ജീവൻ നഷ്ടമായത്. മോദി സർക്കാർ ഭരിക്കുന്ന രാജ്യതലസ്ഥാനത്തെ ആശുപത്രിയിലെ തീപിടുത്തത്തിൽ 7 നവജാത ശിശുക്കൾക്കും ജീവൻ നഷ്ടപ്പെട്ടു. മോദി കേരളത്തിൽ വമ്പൻ വാഗ്ദാനങ്ങൾ നടത്തുമ്പോഴാണ് ഇരട്ട എഞ്ചിൻ സർക്കാരുകളുടെ സമ്പൂർണ്ണ പരാജയത്തെ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപി തുറന്നു കാട്ടുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.